ഹലോ ഗൈസ്, നമസ്കാരം. കാസർഗോഡ് ഹനാൻഷ ഫ്ലീ പ്രോഗ്രാമിൽ ഫ്ലീ എന്നല്ലേടേ ആ ഫ്ലീ പ്രോഗ്രാമിൽ ഉണ്ടായ പ്രശ്നത്തിൽ ആരുടെ വീഴ്ച കൊണ്ടാണ് അവിടെ കേരള പോലീസ് ആക്ഷൻ എടുക്കേണ്ടി വന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. നമ്മൾ പല വീഡിയോ ക്ലിപ്സ് കേട്ടായിരുന്നു. ഇത് ആരുടെ വീഴ്ചയാണെന്ന് ചോദിക്കുമ്പോൾ പലരും പല അഭിപ്രായമാണ് പറയുന്നത്. അവിടുത്തെ സദാചാരം തലക്കേറിയ നാട്ടുകാർ പറയുന്നത് ഇത് 2K കിഡ്സ് കാരണമാണെന്നും, ചിലർ പറയുന്നു ഹനാൻഷ കാരണമാണെന്നും, ചിലർ പറയുന്നു അവിടുത്തെ നടത്തിപ്പുകാര് കാരണമാണെന്നും, ചിലർ പറയുന്നു കേരള പോലീസ് കാരണമാണെന്ന്. നമുക്കത് കൃത്യമായിട്ട് ചർച്ച ചെയ്യാം, ആരുടെ ഭാഗത്താണ് ഈ ഫോൾട്ട് ഉണ്ടായിരിക്കുന്നതെന്ന്. അതിന്റെ മുമ്പ് നമുക്കൊരു വീഡിയോ ക്ലിപ്പ്, ആ പ്രോഗ്രാമിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്തോന്നാടെ, ഹനാൻഷയെ എടുത്തു പൊക്കിക്കൊണ്ടാണോ വരുന്നത്? സ്റ്റേജ് മുഴുവനും ആളാണ്, ഓവർ ക്രൗഡാണ് ഓൾറെഡി. അതിന്റെ കൂടെ സ്റ്റേജിൽ ഇവരെല്ലാരും കൂടി എന്നെ എടുക്കുക. അവന് വഴി കൊടുക്കണ്ടേ കയറി വരാനായിട്ട്? ശ്വാസം മുട്ടൂലോ. നടന്നു വരാൻ പോലും ഇടയില്ല കേട്ടോ. ആ സ്പീക്കറൊക്കെ ഇരിക്കുന്നുണ്ടില്ല, അത് തട്ടി വീണും ചെറുക്കൻ താഴോട്ടോ വല്ല വീണ് കഴിഞ്ഞാൽ ചീഞ്ഞു പോകത്തേ ഉള്ളൂ. ആൾക്ക് ഭയങ്കര സങ്കടമാണല്ലോ. ആ ആങ്കറിനെ ഒന്ന് എടുത്തു മാറ്റാമോ? എന്തിനാണ് ഈ ആങ്കർ കിടന്ന് ഈ നിയന്ത്രിക്കാനുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത്? ഹനാൻഷ വന്നിട്ട് എന്തെങ്കിലും ഒന്ന് കാര്യം ചെയ്യണ്ടേ? ആങ്കർ അങ്ങ് കിടന്ന് തുള്ളുവാണ്. അവനൊരു സമാധാനം കൊടുക്കണ്ടേ? അതില്ല, സ്റ്റേജിലോട്ട് എല്ലാരും കയറി നിൽക്കുവാണ്. അവനൊരു പാട്ട് പാടണമെങ്കിലും മൈക്കിലും കൊടുക്കണ്ടേ? ഈ മൈക്ക് ആങ്കർ പിടിച്ചോണ്ട് കൊണ്ട് നടക്കുവാണ്. നമ്മൾ ആ വീഡിയോ മുഴുവനും കണ്ടു, ഹനാൻഷ കയറി വരുന്നതും. ഹനാൻഷ പിന്നെ ഇതിന് വേറെ പല വീഡിയോസ് ഉണ്ട്. ഹനാൻഷ മൈക്കിൽ കൂടെ പറയുന്നു എനിക്ക് കൂടുതൽ പാട്ട് പാടാൻ പറ്റുന്നില്ല, ഒരു 5-6 പാട്ട് ഞാൻ കരുതി വെച്ചതാണ് പാട്ട് പാടാൻ, അതൊന്നും പാടാൻ പറ്റുന്നില്ല. അങ്ങനെ ഇറങ്ങി ഓടുന്ന വീഡിയോ ഉണ്ട്. വേറൊരു ചങ്ങായി കേരള പോലീസിന്റെ അടി കിട്ടുമ്പോൾ കൊന്നേന്ന് പറഞ്ഞൊരു വീഡിയോ ഇപ്പോൾ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പല ക്ലിപ്സ് ഉണ്ട്. അതൊന്നും ഞാൻ ഈ വീഡിയോ ക്ലിപ്പ് ലെന്തി ആക്കാൻ, എനിക്ക് എന്റെ വീഡിയോ കൂടുതലും ആഗ്രഹിക്കുന്നില്ല ലെന്തി ആക്കണമെന്ന്. ഞാനുള്ള കാര്യം പറഞ്ഞു, അത്ര മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതിന്റെ ക്ലൈമാക്സിലോട്ട് വരാം. ആരുടെ ഭാഗത്ത് നിന്നാണ് ഈ പിഴവ് സംഭവിച്ചിരിക്കുന്നത്? നാട്ടുകാർ സദാചാരം തലക്കേറിയവർ പലതും 2K കിഡ്സ് ആണ്, പർദ്ദ ഇട്ടുകൊണ്ട് വരാത്തതുകൊണ്ടാണ് ഈ വിഷയം ഉണ്ടായതെന്ന് പറയുന്നവർ വരെയുണ്ട്. അതെല്ലാം നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് ഇതിന്റെ ക്ലൈമാക്സ്, എന്തുകൊണ്ടാണ് ഈ വിഷയം ഉണ്ടായിരിക്കുന്നത്? ഞാൻ പഴയ നമ്മളൊരു 5 വർഷം മുന്നേ നമ്മുടെ ഗാനമേള, അതും ഇതുമായിട്ടൊരു കമ്പാരിസൺ നമുക്കൊന്ന് നോക്കി നോക്കാം. കമ്പാരിസൺ എന്ന് വെച്ചാൽ നമുക്ക് അറിയാം, ഗാനമേളയിൽ പണ്ട് കലാഭവൻ മണിസാറൊക്കെ വരുമ്പോൾ പണ്ട് നമുക്കൊരു ഫെയിം തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിനോട് ഒരു സ്നേഹവും, അങ്ങനെ ഒരു ആക്ടറാണ്, അങ്ങനെയുള്ള നമുക്ക് ഭയങ്കര ക്രൗഡ് വന്നിട്ടുണ്ട് അന്നത്തെ കാലത്ത്. എന്ന് വെച്ചാൽ ഒരു ഓൾഡ് കാലത്ത് നമുക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതൊന്നും അല്ല, ഗാനമേള നമ്മുടെ കവലകളിലും പീഡികളിലും ഒക്കെ നടക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് അവിടെ പല പാട്ടുകാർ വരുമ്പോൾ നമുക്ക് അവരോടൊന്നും അധികം ഒരു ഫെയിം ഒന്നും തോന്നിയിട്ടില്ലല്ലോ. അതുപോലല്ല ഇപ്പോഴത്തെ സ്റ്റേജ് പ്രോഗ്രാം ഇപ്പം നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു നല്ലൊരു ഫെയിം ആയിട്ടുള്ള ഒരാളെ കൊണ്ടുവരും. ഇപ്പം ഇത്തവണ ഈ ഹനാൻഷ വന്നു, അതേപോലെ വേടൻ വരാൻ സാധ്യതയുണ്ട്, അതുപോലെ ഗബ്രി വരാൻ സാധ്യതയുണ്ട്. ഇവരൊക്കെ വരുമ്പോൾ പഴയ ഗാനമേളയിൽ കൺട്രോൾ ചെയ്ത ക്രൗഡിനെ കൺട്രോൾ ചെയ്ത ഒരു സംവിധാനം കൊണ്ട് ഇപ്പോഴത്തെ ഈ സ്റ്റേജ് പ്രോഗ്രാമിൽ കൊണ്ടുവന്നാൽ ഇതേപോലെ ഇരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇതിലെ പിഴവ് സംഭവിച്ചിരിക്കുന്നത് ആസ് യൂഷ്വൽ അവിടുത്തെ മാനേജ്മെന്റിന് തന്നെയാണ്. കാരണം പഴയ ഒരു സംവിധാനം കൊണ്ടുവന്ന് ഗാനമേള, പണ്ടത്തെ സംവിധാനം, പണ്ട് 2 അടിച്ചിട്ട് വന്ന് തുള്ളുന്ന ഒരു 2-3 ചേട്ടന്മാരുണ്ടായിരിക്കുമേ, അവരെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ലായിരിക്കും. അവർ രാവിലെ ആകുമ്പോൾ എഴുന്നേറ്റ് പോകും. അതുപോലെയല്ല ഇപ്പോഴത്തെ സ്റ്റേജ് പ്രോഗ്രാമും പണ്ടത്തെ ആയിട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം ഭയങ്കര ഒരു ഫെയിം തോന്നിയിട്ടാണ്, ഭയങ്കര പ്രഷറായിട്ടാണ് ആൾക്കാർ വരുന്നത് പാട്ട് കേൾക്കാനും, അതുപോലെ അവരുടെ ഫേവററ്റ് ആയിട്ടുള്ള പാട്ടുകാരെ ഒന്ന് നേരിൽ കാണാനായിട്ട് വരുന്നത്. ആ സമയത്ത് അവരുടെ മെന്റലി അവർ നല്ല ഒരു എനർജറ്റിക് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. കാരണം അതുകൊണ്ട് അവരെ ഒന്ന് മാറ്റി നിർത്താനോ അവരെ ഒന്ന് പിന്തിരിപ്പിക്കാനോ ഒക്കെ ഭയങ്കര പാടാണ്. അപ്പം നിങ്ങൾ ആ ഒരു സിസ്റ്റം ഒന്ന് മാറ്റണം. കറക്റ്റായിട്ടുള്ള കൗണ്ടിങ് സിസ്റ്റം കൊണ്ടുവരണം. ഇത്ര ആൾക്കാരെ ഉൾക്കൊള്ളിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം ഒരു വിലയിരുത്തൽ, ഒരു കണക്കൂട്ടൽ ഉണ്ടായിരിക്കണം. ആ കണക്കൂട്ടൽ ഇല്ലാത്തതുകൊണ്ടാണ് ഈ വിഷയം കേരള പോലീസിന് ആക്ഷൻ എടുക്കേണ്ടി വന്നത് എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ആർക്ക് വേണമെങ്കിലും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇനിയും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. നമ്മൾ തമിഴ്നാട്ടിലെ വിജയുടെ ഒരു രാഷ്ട്രീയം കാരണം എത്രയോ പേര് മരണപ്പെട്ടു. അതുപോലെ RCBയുടെ അന്ന് ചാമ്പ്യൻ ആയി കഴിഞ്ഞപ്പോൾ ഉണ്ടായ വിഷയത്തിലൂടെയും എന്തുമാത്രം മരണപ്പെട്ടു ആൾക്കാർ എന്തുമാത്രം ദ്രോഹം അനുഭവിച്ചു. എന്നാൽ തന്നെ നമ്മൾ ഈ പ്രോഗ്രാമിലും ധാരാളം പേർക്ക് പരിക്ക് ഏറ്റിട്ടുണ്ട്. അത് കേരള പോലീസിന്റെ ലാത്തി ചാർജ്
വന്നതിലും അത് സംഭവിച്ചിട്ടുണ്ട്. കാരണം കേരള പോലീസിന് അത് എടുക്കേണ്ടി വരും. കാരണം അത്രയും എനർജറ്റിക് ആയിട്ട് ഇരിക്കുന്ന ആരാധകർക്ക് അവരൊരിക്കലും പിന്തിരിഞ്ഞ് പോവുകയില്ല. അപ്പം ലാത്തി ചാർജ് അവർക്ക് വഴിയുള്ളൂ. അപ്പം ഓൺ ദി സ്പോട്ട് അവർ ആക്ഷൻ എടുത്തത് അങ്ങനെയാണ് കേരള പോലീസ്. അവർ എന്തായാലും നല്ലൊരു ആക്ഷൻ തന്നെ, അവരുടെ നല്ലൊരു കഷ്ടപ്പാട് തന്നെ നടത്തിയിട്ടുണ്ട്. അവരെ ഇത്രയും ജനം വന്നപ്പോൾ പിന്തിരിപ്പിച്ച് വിടേണ്ടത് തന്നെ അവരുടെ ഉത്തരവാദിത്വമാണ്. കാരണം പിന്നീട് എന്തെങ്കിലും ഒരു മരണമോ എന്തെങ്കിലും ഒരു ശ്വാസം മുട്ടൽ ആർക്കെന്തെങ്കിലും വലിയ വിഷയം ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരുടെ ഭാഗത്താണ് തെറ്റ്? അത് കേരള പോലീസ് അത് കൺട്രോൾ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്നുള്ള അവരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ചയായിട്ട് മാറും. അതുകൊണ്ട് അവർ ആക്ഷൻ ചെയ്തു. ആസ് യൂഷ്വൽ, നോ പ്രോബ്ലം. അതിന് ഞാൻ ഒരു നെഗറ്റീവും കേരള പോലീസിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല എൻ്റെ വീഡിയോയിൽ. ഇത് സംഭവിച്ചിരിക്കുന്നത് അവിടുത്തെ ടീം മാനേജ്മെന്റ്, അവിടുത്തെ സംഘാടകര്, ഈ മാനേജ്മെന്റ്, ഇതിന്റെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്തവർക്ക് എല്ലാവർക്കും തന്നെയാണ് ഈ പിഴവ് സംഭവിച്ചിരിക്കുന്നത്. അവിടെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി അവർ കണക്ക് കൂട്ടണമായിരുന്നു. ഈ സ്റ്റേജ് എത്ര ദൂരത്ത് നിന്ന് കാണാൻ പറ്റുന്നു അത്രയും ദൂരത്ത് ആൾക്കാർ വരുമെന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ചില്ല, നിങ്ങൾ അത് കണക്കെടുത്തില്ല. എന്തുമാത്രമാണ് ഹനാൻ ഷായ്ക്കുള്ള ക്രൗഡ് പുള്ളർ എത്രമാത്രമാണെന്നുള്ളത് ഒരു ധാരണയില്ലാതെ ആയതുകൊണ്ടായിരുന്നു ഇതുണ്ടായത്. പക്ഷെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, പൂർണ്ണമായിട്ട് ഞാൻ ഈ ടീം മാനേജ്മെന്റ് അവരെ തള്ളി പറയുന്നില്ല, അവർ കാരണമാണെന്ന് ഞാൻ പറയുന്നില്ല. അവർക്ക് സംഭവിച്ച ഒരു ചെറിയൊരു വീഴ്ച, അവർക്ക് സംഭവിച്ച ഒരു വീഴ്ച കൊണ്ടുണ്ടായതാണ് ഇത്. ഫുള്ളി ഒരു കൺട്രോൾ ആയിരിക്കണം ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഒക്കെ നടത്തുമ്പോൾ. കാരണം നമ്മൾ ആ സ്റ്റേജിലുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും ഒക്കെ, ആ സ്റ്റേജിലുള്ള ഡെക്കറേഷൻ, ഫയർ വർക്ക്സ് ഒക്കെ എല്ലാ സെറ്റപ്പും എല്ലാം റെഡിയാണ്, സ്പീക്കർ എല്ലാ സെറ്റപ്പും ഉണ്ട്. പക്ഷെ അവർക്കുണ്ടായ ഒരു കാര്യം അവർ ശ്രദ്ധിച്ചില്ല, അതിലെല്ലാം തീർന്നു പോയി. അപ്പം ഇങ്ങനെയൊക്കെ പ്രോഗ്രാം നടത്തുമ്പോൾ ഇനി ഇവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ വീഡിയോ അവിടെ ഉള്ള ഏതെങ്കിലും ഒരു സംഘാടകർ ഞാൻ ഈ പറയുന്ന വീഡിയോ കാണുവാണെങ്കിൽ എങ്ങനെയെങ്കിലും നിങ്ങളതൊന്ന് മനസ്സിലാക്കുക. ഇനിയും നമ്മുടെ കേരളത്തിൽ നമ്മളെ പുതിയ തലമുറ, ഇനിയുള്ള തലമുറ എങ്കിലും നാട്ടിൽ നിൽക്കണമെങ്കിൽ ഇതുപോലെ പ്രോഗ്രാം നടത്തിയാലേ നമ്മുടെ തലമുറ നിൽക്കത്തുള്ളൂ. കാരണം ഇപ്പോൾ സ്കൂളിൽ പോകുന്ന കുട്ടികളായിക്കോട്ടെ, കോളേജിൽ പോകുന്നവർ, ജോലിക്കാരായിക്കോട്ടെ, ഇവർക്കൊക്കെ അവരുടെ ജോലി സമയത്തും അവർ പഠിക്കുന്നതിലും ഒക്കെ ഒരു റിലീഫ് കിട്ടണമെങ്കിൽ ഇതുപോലെ ഒരു സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ ഉണ്ടെങ്കിലേ കിട്ടുകയുള്ളൂ. അതൊക്കെ ഇനിയുള്ള തലമുറ നാട്ടിൽ നിൽക്കണമെങ്കിൽ അതൊക്കെ ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. കാരണം നമ്മുടെ നാട്ടിൽ ഓരോ കാര്യങ്ങൾ ഭയങ്കര ഫാസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങൾ അതിൻ്റെ പുറകെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫിസിക്കലി നമ്മൾ മെന്റലി ഒരു റിലീഫ് കിട്ടണമെങ്കിൽ ഇതുപോലെ ഒരു പാട്ടും പെർഫോമൻസും ഒക്കെ കണ്ടാലേ നമുക്ക് നമ്മുടെ നിന്നോ ഒരു സമാധാനം, ഒരു ശാന്തിയൊക്കെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഇതുപോലെയൊക്കെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണം. അത് ഞാൻ എല്ലാവരോടും പറയുന്നു, ഇതുപോലെ കണ്ടക്ട് ചെയ്യണം. പക്ഷെ നിങ്ങൾ ഇതുപോലത്തെ ഉള്ള പ്രിക്കോഷൻസ്, ഇതുപോലത്തെ ഉള്ള ടീം മാനേജ്മെന്റ് നല്ല ശക്തമായിരിക്കണം ഇനിയുള്ള എല്ലാ പ്രോഗ്രാമിലും. കേരളത്തിൽ ഓരോ മാസത്തെങ്കിലും ഒരു പ്രോഗ്രാം നടത്തുവാണെങ്കിൽ അവിടുത്തെ ഇനിയുള്ള ഒരു സമൂഹം ഇനിയെങ്കിലും നാട്ടിൽ നിൽക്കും. അല്ലെങ്കിൽ എല്ലാവരും നൈറ്റ് ലൈഫിന് എന്ന് പറഞ്ഞുകൊണ്ട് ഈ യൂറോപ്പിലോട്ടും ഗൾഫിലോട്ടും പോയി നാട് ശൂന്യമായിക്കൊണ്ട് ഇരിക്കേണ്ടി വരും. നാട് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും വാല്യുബിൾ ആയിട്ട്, ഇൻഫോർമേറ്റീവ് ആയിട്ട് ഇരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഒപ്പീനിയൻ കറക്റ്റ് ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. കൂടുതൽ മറ്റു വീഡിയോകൾ നിങ്ങൾക്ക് എൻ്റെ ഭാഗത്തുനിന്ന് കേൾക്കേണ്ട ആഗ്രഹമുണ്ടെങ്കിൽ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. സീ യു സൂൺ. ബൈ.